ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു പൂരിയുടെ റെസിപ്പി കണ്ടാലോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള, എന്നാൽ നല്ല ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു പാത്രം എടുക്കുക, അതിലോട്ട് ഒരു 1/4 ടീസ്പൂണും താഴെ അജ്വൈൻ, അതായത് അയമോദകം എന്ന് പറയുന്നത് 1/4 ടീസ്പൂണും താഴെ, അത്രയും മതി. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അതേ അളവിൽ തന്നെ ഇഷ്ടമാണെങ്കിൽ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ചിട്ടാണ് നമുക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് പാൽപ്പൊടി, അത് കയ്യിലില്ലെങ്കിൽ 1 ടീസ്പൂൺ തന്നെ പാലെടുത്താലും മതി. പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി തന്നെ എടുക്കുക കേട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഗോതമ്പിൻ്റെ പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് മൈദയിലാണ് ഉണ്ടാക്കുന്നത്. മൈദയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗോതമ്പിൻ്റെ പൊടിയേക്കാളും രുചി വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. മൈദയാണെങ്കിൽ മൈദ, ഇല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി. ഇനി നമുക്കിതെല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടത് നല്ല തിളക്കുന്ന വെള്ളമാണ്, ചൂടുവെള്ളം. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊരു ഡോ ആക്കി മാറ്റാം. ആദ്യം സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, കൈ വെക്കണ്ട. നല്ല ചൂടുണ്ട്, കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എത്ര വേണമെന്ന് ഞാനിപ്പോൾ എൻ്റെ മൈദക്ക് എത്ര വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കട്ടെ. എന്നിട്ടും കുറച്ച് ബാക്കിയുണ്ട്. ഇനി നമുക്ക് പതുക്കെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് തുടങ്ങാം. ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത്രയും ബാക്കിയുണ്ട്. 1 സ്പൂൺ വരും, അത്ര തന്നെ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം, ഏകദേശം ഒരു 2 ടീസ്പൂൺ, അത്രയും മതി. എന്നിട്ട് ഒന്നും കൂടി സോഫ്റ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിനൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നും കൂടി കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസാക്കിയിട്ട് എല്ലാത്തിനും മാറ്റാം. നമുക്ക് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് നല്ല ക്രാക്കൊന്നും ഇല്ലാതെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി മാറ്റാം. ഇതേപോലെ നല്ല ഷേപ്പിൽ തന്നെ ആക്കി കൊടുത്താൽ നമുക്ക് ഇത് പരത്തുമ്പോൾ എളുപ്പത്തിൽ പരത്താൻ പറ്റും, ക്രാക്കൊന്നുമില്ലാതെ. ഇപ്പോൾ എല്ലാം ഞാൻ ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം പൊടിയിട്ടിട്ട് പരത്തി കൊടുത്താലും മതി. അങ്ങനെ ഇത്രയും തിക്കിലാണ് പരത്തിയെടുക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് പരത്തി നമുക്ക് മാറ്റി വെക്കാം. ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും, കാരണം നമ്മൾ നല്ല തിളക്കുന്ന വെള്ളത്തിലല്ലേ ഇത് കുഴച്ചിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒട്ടും തന്നെ സ്റ്റിക്കാതെ ഈസി ആയിട്ട് നമുക്ക് പരത്താൻ പറ്റും. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അത് നല്ലോണം ചൂടാവണം, കട്ട പിടിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ. ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടപാട് നമുക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് പൊങ്ങി തന്നെ വന്നോളൂ. നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡൊന്ന് വെന്ത് വരണം, മൊരിഞ്ഞ് വരണം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അധികം കുറയാനോ കൂടാനോ പാടില്ല, എങ്കിൽ നമുക്ക് ഈ പൂരി പൊങ്ങി കിട്ടില്ല. അപ്പോൾ തീ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കില്ല ഈ പൂരിക്ക്, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ ഒത്തിരി ചാനലുണ്ട്, അതൊക്കെ ഒന്ന് കാണാനും മറക്കരുത്.